ഹലോ. ഇംഗ്ലീഷ് പഠിക്കുക എന്നുള്ളത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ് എന്നൊക്കെ വിചാരിക്കുന്ന കുറച്ച് ആൾക്കാരുണ്ട്. അപ്പോൾ പലപ്പോഴും നമ്മൾ ഇന്ന വീഡിയോസ് ഇത്രയൊക്കെ കാണൂ എന്നൊക്കെ പറയുന്നത് കുറച്ചൊക്കെ ഒരു ലെവല് എത്തിയ ആൾക്കാർക്ക് ആപ്ലിക്കബിൾ ആയിരിക്കും. പക്ഷേ എനിക്ക് ABCD മാത്രമേ അറിയുള്ളൂ ടീച്ചറെ, എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യോ എന്ന് പറഞ്ഞിട്ട് ഒരുപാട് മെയിൽസും ഒരുപാട് ഇൻസ്റ്റാഗ്രാം മെസ്സേജസ് എനിക്ക് കിട്ടാറുണ്ട്. ഞാനപ്പം എൻ്റെ പ്ലേലിസ്റ്റുകൾ കൊടുക്കാറുണ്ട്, അവിടെ വെച്ച് തുടങ്ങിക്കോ എന്ന് പറഞ്ഞിട്ട്. പക്ഷേ പലപ്പോഴും അതൊന്നും ചെയ്യാനുള്ളൊരു അവിടെ നിന്ന് എത്താൻ പോലും പറ്റാത്ത കുറേ ആൾക്കാരുണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ. ഞാനിങ്ങനെ ഒരു വീഡിയോ ഉണ്ടാക്കിയിട്ട് ചുമ്മാ കുറച്ച് മോട്ടിവേഷനൊക്കെ കൊടുത്തിട്ട് അങ്ങനെ പോകാം, അങ്ങനെയല്ല കേട്ടോ. പ്രാക്ടിക്കലായിട്ടുള്ള സോളിഡ് ആയിട്ടുള്ള എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ വെച്ചിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. നിങ്ങൾക്ക് ഒട്ടും അറിയില്ലെങ്കിൽ, ABCD മാത്രം അറിയില്ലെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ കാണുക, എന്നിട്ട് ഞാൻ പറയുന്ന കാര്യങ്ങൾ ചെയ്യാം. ഇത് ഭയങ്കര ബുദ്ധിമുട്ടായ കാര്യങ്ങളൊന്നുമല്ല. പക്ഷെ നിങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഭയങ്കര ഡിഫറൻസ് ഉണ്ടാവണം. അങ്ങനെ എനിക്ക് ഭയങ്കര നിർബന്ധമുണ്ട്. നിങ്ങൾ എനിക്കൊന്നും അറിയില്ല അങ്ങനെ ആ സ്റ്റേജിൽ നിന്ന് ഇത്രയൊക്കെ അറിയാട്ടോ, ആ സ്റ്റേജിലേക്ക് നിങ്ങൾ എത്തണം. ഈ വീഡിയോ കണ്ടു കഴിയുമ്പോഴേക്കും നിങ്ങൾ എത്തും. അതെങ്ങനെയാണ് ഞാൻ ഉറപ്പിച്ച് പറഞ്ഞതെന്ന് വെച്ചാൽ, ഇതിൽ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളാണ് ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. ഈ വീഡിയോ നിങ്ങൾ വളരെ പേഷ്യൻ്റായിട്ട് കാണാം. പേഷ്യൻ്റായിട്ട് എന്ന് വെച്ചാൽ എന്താ അർത്ഥം? പേഷ്യൻ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഹോസ്പിറ്റലിൽ പേഷ്യൻ്റ് ഉണ്ട്, അത് ഡോക്ടർ നോക്കുന്ന രോഗിക്ക് പേഷ്യൻ്റ് എന്ന് പറയും. കുറച്ച് ക്ഷമയോടുകൂടി കാണുക എന്ന് പറയുന്നതാണ് പേഷ്യൻ്റായിട്ട് കാണുക എന്ന് ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പം ഞാൻ ഈ വീഡിയോ ചെയ്യുമ്പോൾ തീരെ അറിയാത്ത ആൾക്കാർക്കാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്, ഒട്ടും അറിയില്ല. അപ്പോൾ അവരോട് ഞാൻ വലിയ ഇംഗ്ലീഷ് വാക്കുകൾ ഉപയോഗിച്ച് നിങ്ങളുടെ ആ ആത്മധൈര്യം കെടുത്താനല്ല, വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടിട്ട് സ്റ്റാർട്ട് ചെയ്യാമെന്ന് ഞാൻ ഗ്യാരണ്ടി തരികയാണ്. ഓക്കെ, ട്രസ്റ്റ് മീ, എന്നെ വിശ്വസിക്കണം. തുടങ്ങാം നമുക്ക്. ആദ്യത്തെ കാര്യം അത് തന്നെയാണ്, ട്രസ്റ്റ് ചെയ്യാം. നിങ്ങൾ ചിലപ്പോൾ സ്കൂളിൽ 2ാം ക്ലാസ് 4ാം ക്ലാസ് വരെ പഠിച്ചിട്ടുണ്ടാവുള്ളൂ, കുഴപ്പമില്ല. നിങ്ങളിവിടെ വരെ എത്തിയില്ലേ? നിങ്ങളൊരു യൂട്യൂബ് ചാനൽ നോക്കി ഇംഗ്ലീഷ് പഠിക്കണം എന്ന് വിചാരിച്ചത് ക്ലിക്ക് ചെയ്തില്ലേ? അപ്പോൾ നിങ്ങൾക്കത് പറ്റും, അത്രയും മതി. ഈ വീഡിയോ സ്കിപ്പ് ചെയ്ത് പോയ ഒരാളെ കുറിച്ച് എനിക്കറിയില്ല. പക്ഷേ ഈ വീഡിയോ കാണണം എന്ന് പറഞ്ഞ് ക്ലിക്ക് ചെയ്ത ഒരാളാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് അത് പഠിക്കാനുള്ള ആഗ്രഹമുണ്ട്. നിങ്ങൾക്ക് നിങ്ങളെ ഇനി ട്രസ്റ്റ് ചെയ്യണം. നിങ്ങളെ കൊണ്ടാവും. വളരെ ഒട്ടും അറിയാത്ത വളരെ പ്രായം ചെന്ന എത്ര ആൾക്കാർ എൻ്റെ അടുത്ത് നിന്ന് ഇംഗ്ലീഷ് പഠിച്ചിട്ടുണ്ടെന്ന് അറിയോ? നിങ്ങൾ ഈ യൂട്യൂബ് വീഡിയോ ക്ലിക്ക് ചെയ്യാനുള്ള കഴിവുണ്ടെങ്കിൽ നിങ്ങൾക്കത് പഠിക്കാനുള്ള കഴിവുണ്ട്. ഫസ്റ്റ് നിങ്ങളുടെ സ്റ്റെപ്പ് നിങ്ങൾ ക്ലിയർ ചെയ്ത് കഴിഞ്ഞിരിക്കണം. അത് നിങ്ങൾ വിചാരിക്കുക. ഞാൻ പറയുന്നത് വെറുതെ അല്ല, എന്നെ വിശ്വസിക്കുക, പറ്റും നിങ്ങൾക്ക് കേട്ടോ. പലതും പറഞ്ഞേക്കാം, നിങ്ങൾക്ക് അറിയില്ലാന്നോ, നിങ്ങൾ എന്താ കളിയാക്കും കുറേ പേരൊക്കെ അല്ലേ. പക്ഷെ അതിലൊന്നും തകരരുത്. നിങ്ങൾക്ക് ഞാനിപ്പോൾ ഈ വീഡിയോയിൽ പറയുന്നതിൻ്റെയും കാര്യങ്ങൾ മനസ്സിലായില്ലെങ്കിൽ നിങ്ങൾ താഴെ മലയാളത്തിലോ മംഗ്ലീഷിലോ എങ്ങനെയാണെന്ന് വെച്ചാൽ എഴുതിയിടുക. ഞാൻ നിങ്ങൾക്ക് ഹെൽപ്പ് ചെയ്യാം. എനിക്ക് പറ്റാവുന്നിടത്തിനൊക്കെ ഞാൻ റിപ്ലൈ തരാം കേട്ടോ. ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ട്. നിങ്ങൾക്ക് ഒരു ലെവൽ വരെ നിങ്ങൾ എത്തിക്കണം. അവിടെ നിന്ന് നിങ്ങൾക്ക് സ്വയം അങ്ങോട്ട് നടന്നു പോവാം. നമ്മൾ ഈ ചെറിയ കുട്ടികളെ നമ്മൾ കൈയൊക്കെ പിടിച്ചെന്ന് ആദ്യം നടത്തില്ലേ, അങ്ങനെ നടത്താൻ വേണ്ടിയിട്ടുള്ള ഫസ്റ്റ് വീഡിയോ ആണിത് കേട്ടോ. നിങ്ങളെ കൊണ്ട് സാധിക്കും. ആര് കളിയാക്കിക്കോട്ടെ, നമ്മൾ അതിൻ്റെ സ്ട്രാറ്റജി അനുസരിച്ച് മുന്നോട്ട് പോകാൻ തയ്യാറായ ആർക്കും നിങ്ങളെ തോൽപ്പിക്കാൻ പറ്റില്ല. ഓക്കെ, അതാണ് ഫസ്റ്റ് നിങ്ങൾ ഉറച്ച് വിശ്വസിക്കേണ്ട കാര്യം. ഇത് നിങ്ങൾ മനസ്സിലാക്കാണ്ട്, നിങ്ങളെ കൊണ്ട് പറ്റുമെന്ന് മനസ്സിലാക്കാണ്ട് നിങ്ങൾ അടുത്ത സ്റ്റെപ്പിലേക്ക് പോയാൽ എന്ത് പറ്റുന്ന പറയാം, എപ്പോഴും സംശയമായിരിക്കും. അപ്പോൾ അടുത്ത സ്റ്റെപ്സ് ഒന്നും നമുക്ക് മുന്നോട്ട് നടക്കാൻ പറ്റില്ല. അപ്പോൾ ഇത് ഉറപ്പിക്കുക, ഫുൾ ആത്മവിശ്വാസത്തോടെ ഉറപ്പിക്കുക, നിങ്ങളെ കൊണ്ട് പറ്റും. അമേരിക്കയിലത്തെ പിച്ചക്കാർ വരെ ഇംഗ്ലീഷാണ് സംസാരിക്കുന്നത്, അറിയില്ലേ? അപ്പോൾ പിന്നെ നമുക്ക് എന്താ പറ്റാത്തത്? അങ്ങനെയാണ് നമ്മുടെ കോൺഫിഡൻസ് നമ്മൾ ബൂസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ അടുത്ത സ്റ്റെപ്പിലേക്ക് കിടക്കുകയാണ്. നമ്മൾ കോൺഫിഡൻ്റ് ആയാലും നമുക്ക് പഠിക്കാൻ പറ്റുന്നു. അപ്പോൾ അടുത്ത കാര്യം, നമുക്ക് ഏറ്റവും കൂടുതൽ ആവശ്യം വരുന്ന ഒരു 20 കാര്യങ്ങൾ, 20 വേർഡ്സ് നമ്മൾ പഠിക്കാൻ പോവാം. അപ്പോൾ എന്ത് വേർഡ്സ് ആണ് പഠിക്കേണ്ടത്? അപ്പോൾ നിങ്ങളുടെ പേരെന്താ? നിങ്ങളുടെ പേര് ഷാഫി എന്നാണെന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ ബാബു, അല്ലെങ്കിൽ അനു, അല്ലെങ്കിൽ ലൈല, അല്ലെങ്കിൽ ലത, അങ്ങനെ നിങ്ങളുടെയൊക്കെ പേരുണ്ടാവില്ലേ? അങ്ങനെ ഒരു 100 പേരെടുത്ത് ആ 100 പേര് നമ്മൾ മലയാളത്തിൽ പഠിച്ചിട്ടുണ്ടെങ്കിൽ, 100 പേരുകൾ നമ്മൾ മലയാളത്തിൽ പഠിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് മലയാളം പഠിച്ചു എന്ന് പറയാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ പേരുകൾ പഠിച്ചിട്ട് കാര്യമില്ല അല്ലേ? ഇംഗ്ലീഷിലെ ഏതൊക്കെ പേര്? ആൽഫ്രഡ്, നോബൽ എന്നൊക്കെ പറഞ്ഞവരുടെ പേരുകൾ പഠിച്ചാൽ നമ്മൾ ഇംഗ്ലീഷ് പഠിക്കോ? ഇല്ല. അപ്പോൾ പേരുകൾ പഠിച്ചിട്ട് കാര്യമില്ല. പകരം മലയാളത്തിൽ നമ്മൾ ഓടുന്നു, ചാടുന്നു, കടിക്കുന്നു, തിന്നുന്നു എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കുറച്ച് വാക്കുകൾ പഠിച്ചാൽ കുറച്ച് മലയാളം പഠിക്കും അല്ലേ? മലയാളം അറിയാത്ത ആൾക്കാർക്ക് അങ്ങനെ കുറച്ച് പ്രവർത്തികൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ മലയാളം പഠിക്കാൻ പറ്റും. അപ്പം അതുകൊണ്ട് തന്നെ ഇംഗ്ലീഷിൽ നമ്മൾ ഒരു 20 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രവർത്തികൾ പഠിക്കാം. ഈ പ്രവർത്തികൾക്ക് ഇംഗ്ലീഷിലൊരു പേരുണ്ട്, വേർബ്സ് എന്ന് പറയും. വേർബ്സ് എന്ന് പറഞ്ഞ ഉടനെ ചങ്കിലൊരു ബുദ്ധിമുട്ട്, വേർബ്സ് എനിക്കുണ്ടാവില്ല അങ്ങനെ തോന്നുന്നുണ്ടോ? ആ വേർബ്സ് എന്ന് പറയണ്ടോ? പ്രവൃത്തികൾ. ഓക്കെ, എവിടെയെങ്കിലും ഇനിയിപ്പോൾ 2ാമത്തെ തവണ വേർബ് എന്ന് കേൾക്കുമ്പോൾ നിങ്ങൾ വേർബ്സ്, പ്രവൃത്തി, അതെനിക്കറിയാം അങ്ങനെ തോന്നും. ആദ്യമായിട്ട് കേൾക്കുമ്പോൾ ചിലപ്പോൾ ഇതൊക്കെ പറഞ്ഞാൽ എനിക്കറിയില്ല അങ്ങനെ തോന്നും. വിഷമിക്കേണ്ട, ഞാൻ കൂടെ ഉണ്ട്. 20 വേർബ്സ്, 20 പ്രവൃത്തികൾ നമ്മൾ പഠിക്കണം. അപ്പോൾ നമുക്ക് ഇപ്പോൾ തന്നെ പഠിക്കാം അല്ലേ?
അപ്പോൾ വളരെയധികം ഉപയോഗം വരുന്ന 20 വാക്കുകളാണ് കേട്ടോ. അപ്പോൾ ഇത് പഠിച്ചിട്ടുണ്ടെങ്കിൽ എന്താ ഗുണം എന്ന് വെച്ചാൽ നമുക്ക് അത്യാവശ്യം സെന്റൻസുകൾ ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ അതിപ്പോൾ തന്നെ പഠിക്കാം. ആദ്യത്തെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മലയാളത്തിലെ വേർബ് ഏതാ? മലയാളത്തിലെ ആവുക. ഞാനൊരു അച്ഛനായി എന്നൊക്കെ പറഞ്ഞില്ലേ, അല്ലെങ്കിൽ ഞാൻ കൃതാർത്ഥയായി എന്നൊക്കെ പറയില്ലേ. അപ്പൊ ആവുക. അപ്പൊ ആവുക എന്നുള്ള ആ വാക്കിന്റെ തത്തുല്യമായ ഇംഗ്ലീഷിലെ വാക്കാണ് ടു ബി. അപ്പൊ ടു എന്ന് വെച്ചാൽ പ്രത്യേക അർത്ഥമൊന്നുമില്ല. ബി ആണ് ഞാൻ പറയാൻ വന്ന വാക്ക്. ബി. ആവുക, ബി. കുറച്ച് സന്തോഷമായിട്ടിരിക്കൂ, എങ്ങനെ പറയാ? ആവുക, സന്തോഷം ആവുക അല്ലെ. ബി ഹാപ്പി. സെന്റൻസ് പഠിച്ചു നമ്മള്. ബി ഹാപ്പി. നിങ്ങളെ വീട്ടിൽ ആരെങ്കിലുമൊക്കെ എത്ര വിഷമിച്ചിരിക്കുകയാണ്, എന്താ കാര്യം? അപ്പൊ എന്തിനാണ് ആൾക്കാർ വിഷമിച്ചിരിക്കുന്നത്? വല്ല ഫുട്ബോൾ കളിക്കുമ്പോൾ ഗോൾ അടിക്കാൻ പറ്റിയില്ല എന്നൊക്കെ പറഞ്ഞാൽ വളരെയധികം വിഷമിച്ചിരിക്കുകയാണെങ്കിൽ അപ്പൊ നമ്മൾ പോയിട്ട് സമാധാനിപ്പിക്കാം. ബി ഹാപ്പി. എങ്ങനെ പറയേണ്ടത്? ബി ഹാപ്പി. ഹാപ്പി എന്ന് പറഞ്ഞാൽ എന്തപ്പോ? സന്തോഷമായിട്ടിരിക്കുന്ന അവസ്ഥയാണ് ഹാപ്പി. ബി ഹാപ്പി. ആവുക. ക്ലിയർ ആയോ? രണ്ടാമത്തെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വേർബാണ് ഏതാ? മലയാളത്തിൽ എന്താ? എനിക്ക് എന്തെങ്കിലും ഉണ്ടെന്ന് പറയില്ലേ? എനിക്ക് 4 മക്കളുണ്ട്, എനിക്ക് 4 പട്ടികളുണ്ട് എന്നൊക്കെ പറയില്ല നമ്മള്. അപ്പൊ എന്തെങ്കിലും ഉണ്ട്, എനിക്ക് മുടിയുണ്ട്, നല്ല നീളമുള്ള മുടിയുണ്ട്, അപ്പൊ എന്തെങ്കിലുമൊക്കെ ഉണ്ട് നമ്മൾ പറയില്ലേ? അപ്പൊ നമുക്ക് എന്തെങ്കിലും ഉണ്ടാവുക, നമ്മുടെ കയ്യിലുണ്ട്, നമ്മുടെ വീട്ടിലുണ്ട്, അല്ലെങ്കിൽ നമ്മുടെ മനസ്സിലുണ്ട്, എവിടെയെങ്കിലൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ എന്താ പറയാ? ഹാവ്. അതാണ് വേർബ്, ഹാവ്. അപ്പൊ 2 വേർബ്സ് പഠിച്ചു. ആദ്യം ആവുക, ബി. എന്തെങ്കിലും ഉണ്ടാവുക, ഹാവ്. 2 വേർബ്സ് പഠിച്ചേ. നമുക്ക് മൊത്തം 20 വേർബ്സ് ആണ് പഠിക്കാനുള്ള. ഈ 2 എണ്ണമാണ്, ഇപ്പൊ ഞാൻ പറഞ്ഞ 2 എണ്ണമാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വേർബ്സ്. ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഏതൊക്കെയാണ്? ബി, രണ്ടാമത് ഹാവ്. അപ്പോൾ ഈ സാധനങ്ങൾ ഹാവ് എന്നൊക്കെ എഴുതുമ്പോൾ നിങ്ങൾ ഹാവ് അങ്ങനെ വായിക്കാനൊരു ടെൻഡൻസി ഉണ്ടാവോ? ഹാവ്. ഹാവ് അല്ല, ആവല്ല. കുറച്ച് വായ ആന്ന് പിടിക്കുന്ന വരും എന്ന് പിടിച്ച് നോക്കിയേ. അപ്പോൾ ആ സൗണ്ട് കറക്റ്റായിട്ട് വരും. സ്റ്റാർട്ടിങ്ങിൽ തന്നെ കറക്റ്റായിട്ട് തന്നെ പ്രൊനൗൺസിയേഷൻ പഠിച്ചു പോവാം. ഹാവ്, ഹാവ്. ഓക്കെ. ആദ്യത്തെ ബി, രണ്ടാമത്തെ ഹാവ്. ശരിയായോ? അടുത്ത വേർബ് നമ്മൾ എന്തെങ്കിലും ചെയ്യുക എന്ന് പറയില്ലേ, അതിനെന്താ പറയാ? ഡു. ഡു. ശരിക്കും ഡു എന്ന് പറഞ്ഞ് ഒരു ഡി കഴിഞ്ഞിട്ട് ഒരു യു ഇട്ടാൽ മതിയായിരിക്കും അല്ലേ? പക്ഷെ അങ്ങനെയല്ല സ്പെല്ലിംഗ്. DO. അത് ഡോ അല്ല, ഡു. അപ്പൊ 3 പഠിച്ചു. ബി, ഹാവ്, ഡു. അടുത്തത് പറയുക. എന്താ പറയാ പറയുന്നതിന്? സേ. സേ. പറയുക, സേ. ഇന്നൊരാളോട് പറയാ എന്ന രീതിയിൽ വേറൊരു വാക്കുണ്ട്, ടെൽ. അപ്പൊ ഞാൻ പറഞ്ഞില്ലേ, സേ പറയാ, ഇന്നൊരാളോട് പറയാ. അപ്പോൾ വേറൊരാള് എന്നുള്ളത് അവിടെ ഇമ്പോർട്ടൻ്റ് ആണ്. അവിടെ എന്താ പറയാ? ആ ഒരാളോട് പറയുക, വെറുതെ പറയല്ല, ഒരാളോട് പറയുക എന്ന് പറയാൻ ടെൽ. കാരണം ടെൽ ഉപയോഗിക്കുമ്പോൾ ടെല്ലിന്റെ അപ്പുറത്ത് ആരോടാ പറയുന്നത് എന്നുള്ളത് പറയണം. അനുവിനോട് ടെൽ അനു, അങ്ങനെ. മനസ്സിലായോ? ടെൽ. സേ പറയുക, ഒരാളോട് പറയുക, അത് ടെൽ. അപ്പൊ സേ ഒരാളോടല്ലേ? സേ ഒരാളോടാവാം, പക്ഷെ സേ കഴിഞ്ഞിട്ട് ആരോടാന്നുള്ളത് പറയേണ്ട കാര്യമില്ല. സേ അനു എന്ന് പറയില്ല, പക്ഷെ ടെലിനപ്പുറത്ത് അനുവിനോടാണെന്ന് നമുക്ക് പറയണം. അതുകൊണ്ടാണ് ടെൽ അനു, അല്ലെങ്കിൽ ടെൽ അജിത്ത്, അങ്ങനെ ആരാന്ന് വെച്ചാൽ അത്. അപ്പൊ നമ്മൾ പഠിച്ചതൊക്കെയാ? ബി, ഹാവ്, ഡു, സേ, ടെൽ. ഇനി പറയുക കഴിഞ്ഞ് ചോദിക്കാം. ആസ്ക്. ആസ്ക്, ചോദിക്കുക. ചോദിക്കുക, ആസ്ക്. ചോദ്യം ചോദിക്കില്ല, അതാണ് ആസ്ക്. അടുത്തത് എന്തെങ്കിലും കിട്ടുക, ഗെറ്റ്. ഗെറ്റ്. എനിക്ക് ഒരു എന്താ കിട്ടിയേക്കണേ? ഒരു മാങ്ങ കിട്ടി. മാങ്ങ ഗെറ്റ് ചെയ്തു. നമുക്ക് ഗെറ്റ്, കിട്ടുക, ഗെറ്റ്. ഇത് തന്നെ നമുക്ക് വാങ്ങിക്കുക എന്നുള്ള അർത്ഥത്തിലും ഗെറ്റ് തന്നെ ഉപയോഗിക്കാം. വാങ്ങിക്കുക എന്നുള്ളതിന് ബൈ എന്നൊരു വാക്കുണ്ട്, പക്ഷെ ഇതിലൊക്കെ നമുക്ക് ഗെറ്റ് ഉപയോഗിക്കാം. ഗെറ്റ് കുറേ രീതിയിൽ ഉപയോഗിക്കാൻ പറ്റും. ഗെറ്റ്, കിട്ടുക, ഗെറ്റ്. ക്ലിയർ ആയോ? അടുത്തത് ഉണ്ടാക്കുക. നമ്മൾ എന്തെങ്കിലും ഉണ്ടാക്കുക. ഉണ്ടാക്കില്ല നമ്മൾ എന്തൊക്കെ ഉണ്ടാക്കുക? കേക്ക് ഉണ്ടാക്കും, എന്താ ഉണ്ടാക്കുക? പിന്നെ ബാഗ് ഉണ്ടാക്കും, ഷൂസ് ഉണ്ടാക്കും അല്ലെ? അങ്ങനെ ഉണ്ടാക്കുന്ന ആൾക്കാരാണെങ്കിൽ മെത്ത ഉണ്ടാക്കും, കട്ടിൽ ഉണ്ടാക്കും, ഒരു എന്താ പറയുക, ടേബിൾ ഉണ്ടാക്കും. ആശാരിമാരൊക്കെ അതൊക്കെ ഉണ്ടാക്കും. അപ്പൊ ഉണ്ടാക്കുക. അമ്മമാരാണെങ്കിൽ വീട്ടിൽ ചോറുണ്ടാക്കും, കറി ഉണ്ടാക്കും അല്ലെ? മേക്ക്, അത് ഇമ്പോർട്ടൻ്റ് ആണ്. മേക്ക്. മേക്കാണ് ഉണ്ടാക്കുക. അടുത്തത് പോവുക. പോവുക എന്ന് പറഞ്ഞാൽ ഗോ. അപ്പൊ വരിക, കം. പോവുക, ഗോ. ഗോ എന്ന് പറഞ്ഞാൽ പോ. ഇങ്ങോട്ട് വരാൻ പറഞ്ഞാൽ കം. ഓക്കെ. അടുത്തത് അറിയുക. എനിക്കിത് അറിയില്ല എന്നൊക്കെ പറയില്ലേ? അറിയുക, നോ.
അതിന് സ്പെല്ലിംഗ് ശ്രദ്ധിക്കണേ. KNOW. അപ്പൊ ക്നോ എന്ന് പറയരുത്, നോ. ഇത് കെ നമ്മൾ ഉച്ചരിക്കില്ല. നമ്മൾ മലയാളത്തിൽ എഴുതുന്നൊക്കെ നമ്മൾ വായിക്കില്ലേ, പക്ഷെ ഇംഗ്ലീഷിന് അങ്ങനത്തെ ഒരു കുഴപ്പമുണ്ട്. ക്ഷമിച്ചു കൊടുക്കാം നമുക്ക് അല്ലേ. KNOW, നോ, അറിയുക. അപ്പൊ ഗെറ്റ് കിട്ടുക, എടുക്കുക എന്നാണെങ്കിലോ അത് അവിടുന്ന് എടുത്തോ എന്നൊക്കെ നമ്മൾ പറയില്ല. അപ്പൊ എടുക്കുക ടേക്ക്, ടേക്ക് അല്ല ടേക്ക്, പാറ്റയുടെ ടാ വെച്ച് പറയാ ടേക്ക്. ഓക്കെ. കാണുക സീ, കാണുക സീ. ചിന്തിക്കുക തിങ്ക്, ചിന്തിച്ചു നോക്കിയേ തിങ്ക്, തിങ്ക്. ഓക്കെ, തിങ്ക്. നോക്കുക, കാണുക എന്ന് പറഞ്ഞാൽ നമ്മൾ ഇങ്ങനെ പോകുമ്പോൾ കണ്ടു, പക്ഷെ നമ്മളിങ്ങനെ നോക്കുകയാണെങ്കിലോ ലുക്ക്, ലുക്കാണ് നോക്കുക. ഇനി എന്തെങ്കിലും നമുക്ക് വേണമെന്ന് പറയില്ലേ, നമുക്ക് വേണം എന്തെങ്കിലും പറയാൻ വേണ്ടിയിട്ട് വോണ്ട്, വോണ്ട്. എനിക്ക് മാങ്ങ വേണം, വോണ്ട് മാംഗോ, മാംഗോ ആണ് മാങ്ങ. വോണ്ട് എന്തെങ്കിലും വേണം, വോണ്ട്. കൊടുക്കുക ഗിവ്, കൊടുക്കുക ഗിവ്. ഉപയോഗിക്കുക യൂസ്, ആ പേന ഉപയോഗിച്ചോളൂ, യൂസ് ദ പെൻ, പെന്നാണ് പേന. യൂസ്, യൂസ് വെച്ചാൽ ഉപയോഗിക്കുക. കണ്ടുപിടിക്കുക, ചില സമയത്ത് എന്തെങ്കിലും കാണാതായി പോയാൽ നമ്മൾ കണ്ടുപിടിക്കില്ലേ, ഫൈൻഡ്, കണ്ടുപിടിക്കുക ഫൈൻഡ്. ജോലി ചെയ്യുക വർക്ക്, വർക്ക്. അപ്പൊ നമ്മൾ 20 വാക്കുകൾ ഇപ്പൊ പഠിച്ചു. ചിലതൊക്കെ മറന്നു പോയേക്കാം, സാരില്ല. നമ്മൾ ഇനിയും ഇത് പഠിക്കുന്നുണ്ട്, ഇതിന് ബാക്കി കാര്യങ്ങൾ വരാൻ പോണേ ഉള്ളൂ. അപ്പം 20 പ്രവർത്തികൾ നമ്മൾ പഠിച്ചോ. അപ്പോൾ ഇതാണ് നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് യൂസ് ചെയ്യേണ്ട 20 വാക്കുകൾ. ഏറ്റവും കൂടുതൽ നിങ്ങൾക്ക് ആവശ്യം വരുന്ന, ഉപകാരം വരുന്നത്. കാരണം ഇംഗ്ലീഷ് സംസാരിക്കണമെങ്കിൽ നമുക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ അറിയണ്ടേ. അപ്പോൾ അതിന് നമ്മൾ ഒരു 20 വാക്കുകൾ പഠിച്ചു വെക്കാം. ഓക്കെ. ഇതിന് ശേഷം നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ 3 കാലങ്ങളിലായിട്ട് നമ്മൾ ഇംഗ്ലീഷ് പറയും. ഏത് ഭാഷയാണെങ്കിൽ നമ്മൾ അങ്ങനെ പറയാം അല്ലേ. ഇപ്പോൾ മലയാളം ആണെങ്കിൽ ഞാൻ തിന്നുകയാണ് ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്നത്, ഞാൻ തിന്നു, ചെയ്ത് കഴിഞ്ഞത്, ഞാൻ തിന്നും, ഭാവിയിൽ ചെയ്യും. ഇങ്ങനെ 3 കാലങ്ങളിൽ അല്ലേ. വർത്തമാനകാലം പ്രസന്റ്, പണ്ടത്തെ നടന്നത് പാസ്റ്റ്, ഭാവി ഫ്യൂച്ചർ. വർത്തമാനം, ഭൂതം, ഭാവി, ആ 3 പ്രസന്റ്, പാസ്റ്റ് ആൻഡ് ഫ്യൂച്ചർ. അപ്പൊ നമ്മൾ ഈ 3 കാലങ്ങൾ മലയാളത്തിൽ ഉപയോഗിക്കുന്ന പോലെ തന്നെ ഇംഗ്ലീഷിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റണം അല്ലേ. അപ്പൊ അതെപ്പോ പഠിക്കും? ഇപ്പൊ പഠിക്കും നമ്മളതൊക്കെ. അപ്പൊ അത് പഠിക്കണമെങ്കിൽ ഞാൻ, നീ അതൊക്കെ അറിഞ്ഞിരിക്കണം അല്ലേ. ഞാൻ എന്ന് പറയാൻ എന്താ പറയാ, ഐ. നീ അല്ലെങ്കിൽ നിങ്ങൾ എന്ന് പറയാൻ യു. അപ്പൊ ഇത് രണ്ടും പഠിക്കാം. ഞാൻ ഐ, നീ യു. എനിക്ക് തോന്നുന്നത് നമ്മൾ ഞാനും നീയും മാത്രം പഠിച്ചാൽ ചിലപ്പോൾ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അവനെ കുറിച്ചൊക്കെ പറയേണ്ടി വന്നാലോ, അവളെയും കൂടെ പഠിക്കാം. അവളെന്താ ഷീ. അപ്പൊ ഞാൻ ഐ, നീ അല്ലെങ്കിൽ നിങ്ങൾ യു. അപ്പൊ നീ എന്ന് പറഞ്ഞാൽ ഒരാളാവാം, അല്ലെങ്കിൽ നിങ്ങൾ എന്ന് പറഞ്ഞാൽ പല ആൾക്കാരാവാം. എല്ലാത്തിനും യു തന്നെയാണ് കേട്ടോ. ഒരാളാണെങ്കിലും കുറെ ആൾക്കാരുണ്ടെങ്കിലും നീ അല്ലെങ്കിൽ നിങ്ങൾ യു. അവൾ ഷീ, അവൾ ഷീ. അപ്പൊ ഈ 3 വാക്ക് നമുക്ക് പഠിക്കാം. ഇനി നമ്മളിപ്പോൾ പറഞ്ഞ 20 വാക്കുകളില്ലേ, അത് വെച്ച് നമ്മൾ ഇതെങ്ങനെയായി ടെൻസുകളിൽ ഉണ്ടാക്കുക എന്നുള്ളത് നോക്കാം. അപ്പം ഞാനൊരു കുറച്ചെണ്ണം പറഞ്ഞുതരാം. അത് കഴിഞ്ഞാൽ നിങ്ങൾ നിങ്ങളുടേതായിട്ട് ഉണ്ടാക്കുക. എന്നിട്ട് ഞാൻ താഴെ നിങ്ങളുടെ ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഞാൻ ക്ലിയർ ചെയ്ത് തരാം. അപ്പോൾ ആദ്യത്തതാണ് ഏറ്റവും ടഫ്. ആക്ച്വലി ബി ആണ് ഏറ്റവും ടഫായിട്ടുള്ളൊരു വേർബ്. അത് കാരണം എന്താ പറയുക, ബി എന്ന് പറഞ്ഞാൽ ആവുക എന്ന് പറഞ്ഞില്ലേ, പക്ഷെ അത് ഓരോ കാലങ്ങളിൽ അതിൻ്റെ വാക്ക് മാറി മാറി വരും. ബി ആയിട്ട് യാതൊരു ബന്ധവും തോന്നാത്ത വിധത്തിലുള്ള വാക്കുകളായിട്ട് വരും. അപ്പോൾ നിങ്ങൾക്ക് അത് ടെൻഷൻ അടിക്കരുത്. ഒറ്റ ഒരെണ്ണം ഇതിങ്ങനെയുള്ളൂ, ബാക്കി എല്ലാം എളുപ്പമാണ്. അപ്പോൾ ആദ്യം നമുക്ക് ഞാൻ അധ്യാപികയാണ്, അങ്ങനെ പറയില്ല നമ്മൾ. ഇപ്പോഴാണ് അങ്ങനെ പറയും ഐ ആം, ഐ ആം. ആ ബിയുടെ രൂപമാണ് ആം കേട്ടോ. ഐ ആം എന്ത്, ഒരു ടീച്ചർ, എ ടീച്ചർ. ഒരു എന്ന് പറയാൻ വേണ്ടിയിട്ട് ഐ ആം എ ടീച്ചർ, ഐ ആം എ ടീച്ചർ. ഉറക്കെ പറഞ്ഞു നോക്കുമോ, ഐ ആം എ ടീച്ചർ. അപ്പോൾ അതിന് വേണമെങ്കിൽ നമുക്കൊന്ന് ചുരുക്കിയിട്ട് ഐ ആം എ ടീച്ചർ. അപ്പോൾ ഐ ആം എന്നുള്ളതിനെ ചുരുക്കിയിട്ട് ഐ ആം എ ടീച്ചർ, ഐ ആം എ ടീച്ചർ. ഓക്കെ. ഞാനൊരു ടീച്ചറാണ്, ഞാനൊരു ടീച്ചർ ആയിരുന്നു എന്ന് പറയുമല്ലോ. പാസ്റ്റ് ടെൻസ് ആണെങ്കിലോ ഐ വാസ് എ ടീച്ചർ, ഐ വാസ് എ ടീച്ചർ. ഓക്കെ. ഞാൻ ഭാവിയിൽ ഒരു ടീച്ചർ ആവും എന്ന് പറയണമെങ്കിലോ ഐ വിൽ ബി എ ടീച്ചർ, ഐ വിൽ ബി എ ടീച്ചർ. അപ്പം മനസ്സിലായോ? ഐ വില്ല് കഴിഞ്ഞിട്ട് ആ ബി എന്നുള്ള വാക്ക് ഇടുക. ഐ വിൽ ബി എ ടീച്ചർ. ഞാനൊരു ടീച്ചറാണ്, ഐ എം എ ടീച്ചർ. ടീച്ചർ ആയിരുന്നു, ഐ വാസ് എ ടീച്ചർ. ആ വാസ് ആണ് അവിടെ ബിയുടെ ഫോം.
പാസ്റ്റ് ടെൻസിൽ ഐ വാസ് എ ടീച്ചർ. ഭാവിയിൽ ആവും, ഞാനൊരു ടീച്ചർ ആവും, പഠിക്കണ്ടേ, ഞാൻ ബി എഡ് ഒക്കെ എടുക്കാൻ പോവാ. ഐ വിൽ ബി എ ടീച്ചർ. ക്ലിയർ ആയോ ഈ 3 ഇനി അത് യുടെ നിങ്ങളുടെ കേസിൽ പറയാം. നിങ്ങളൊരു ടീച്ചറാണ്. യു ആർ, അവിടെ യു ആം അല്ല, യു ആർ. ഇതാണ് ഞാൻ പറഞ്ഞത്, ബിയുടെ ഇത്തിരി വ്യത്യാസമുണ്ട്. ഈ 3 ടെൻസിലും ഉള്ളതൊന്ന് പഠിച്ചു വെച്ചാൽ പിന്നെ നമുക്ക് ഇത്രയേ ഉള്ളൂ കേട്ടോ. ഈ 3 ടെൻസിലും ബിയുടെ പഠിച്ചു വെക്കുന്നത് മാത്രമേ ഉള്ളൂ. അത് കഴിഞ്ഞ് എളുപ്പമാണ്. ട്രസ്റ്റ് മീ, എളുപ്പമാണ്, വിശ്വസിക്കണം കേട്ടോ എന്നെ. യു ആർ എ ടീച്ചർ. ടീച്ചർ ആയിരുന്നു, നിങ്ങളൊരു ടീച്ചർ ആയിരുന്നു, നിങ്ങൾ മറന്നുപോയതാ. യു വേർ എ ടീച്ചർ. യു വേർ എ ടീച്ചർ. ഭാവിയിൽ നിങ്ങൾ ടീച്ചർ ആവും എന്ന് പറയാൻ യു വിൽ ബി എ ടീച്ചർ. യു വിൽ ബി എ ടീച്ചർ. നിങ്ങളെ കണ്ടിട്ട് എനിക്ക് തോന്നുന്നുണ്ട് ഒരു ടീച്ചറെ പോലെ ഒരു ലക്ഷണം. നീ ഇപ്പൊ 5 വയസ്സെന്നല്ലേ പറഞ്ഞേ, നീ വലുതാവുമ്പോൾ ടീച്ചർ ആവും നോക്കിക്കോ. യു വിൽ ബി എ ടീച്ചർ. ആവും, യു വിൽ ബി എ ടീച്ചർ. ഇനി അവളെക്കുറിച്ചാണെങ്കിലോ, അവളെക്കുറിച്ചാണെങ്കിൽ ഇപ്പൊ അവൾ ടീച്ചർ ആണെന്ന് പറയാൻ ഷീ ഇസ് എ ടീച്ചർ. ഷീ ഇസ് എ ടീച്ചർ. അപ്പൊ ചുരുക്കിയിട്ട് ഷീസ് എ ടീച്ചർ. ഷീസ് എ ടീച്ചർ. അവള് ടീച്ചർ ആയിരുന്നു. ഷീ വാസ് എ ടീച്ചർ. ഷീ വാസ് എ ടീച്ചർ. അവൾ ടീച്ചർ ആവും. ഒരു കുഞ്ഞുകുട്ടി കളിച്ചോണ്ടിരിക്കുക, അവളെ എല്ലാവരെയും പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഷീ വിൽ ബി എ ടീച്ചർ. ഷീ വിൽ ബി എ ടീച്ചർ. മനസ്സിലായോ? ഞാനൊരു ഡോക്ടറാണ്. എങ്ങനെ പറയും? ഐ എം എ ഡോക്ടർ. ഐ എം എ ഡോക്ടർ. ഞാനൊരു ഡോക്ടർ ആയിരുന്നു. ഐ വാസ് എ ഡോക്ടർ. ഇനി ഞാൻ നല്ല രോഗികളെയൊക്കെ വളരെയധികം ശുശ്രൂഷിക്കുകയും പരിചരിക്കുകയൊക്കെ ചെയ്യാം കുട്ടിയാകുമ്പോൾ. അപ്പോൾ എന്നെ കണ്ടിട്ട് എന്താ പറയുക, എല്ലാവരും പറയുന്നത് നിനക്ക് ഡോക്ടറാവാൻ പറ്റും കേട്ടോ. അപ്പോൾ ഞാനിങ്ങനെ പറയാം, ഞാൻ ഒരു ഡോക്ടർ ആവും. ഐ വിൽ ബി എ ഡോക്ടർ. ഐ വിൽ ബി എ ഡോക്ടർ. ഞാൻ ഡോക്ടർ ആവും. അപ്പം നിങ്ങളെക്കുറിച്ചാണെങ്കിലോ, നിങ്ങളൊരു സംഭവമാണ്, ഡോക്ടറാണ് നിങ്ങൾ. അപ്പം എങ്ങനെ പറയും? യു ആർ എ ഡോക്ടർ. ഞാൻ പറയുകയാണ് നിങ്ങൾ ഡോക്ടറാണ്. നിങ്ങൾക്ക് അറിയാഞ്ഞിട്ടാണ്. ഇത്രയധികം പഠിച്ച് MBBS ഒക്കെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഡോക്ടർ ആയില്ലേ? പിന്നെ നിങ്ങൾ ഡോക്ടറാണ്. യു ആർ എ ഡോക്ടർ. അപ്പോൾ നിങ്ങൾ ഡോക്ടർ ആയിരുന്നു, കയ്യിരിപ്പ് കാരണം അത് നഷ്ടപ്പെട്ടു. ആയിരുന്നെങ്കിലോ യു വേർ എ ഡോക്ടർ. യു വേർ എ ഡോക്ടർ. നിങ്ങൾ ഡോക്ടർ ആവും. അങ്ങനെ പറയാം, യു വിൽ ബി എ ഡോക്ടർ. യു വിൽ ബി എ ഡോക്ടർ. അവളുടെ കാര്യം, അവൾ ഷീ, അവൾ ഡോക്ടറാണ്. ഷീ ഇസ് എ ഡോക്ടർ. ഷീ ഇസ് എ ഡോക്ടർ. അവൾ ഡോക്ടർ ആയിരുന്നു. ഷീ വാസ് എ ഡോക്ടർ. ഷീ വാസ് എ ഡോക്ടർ. ആയിരുന്നല്ലോ, പണ്ടൊക്കെ അങ്ങനെ ആയിരുന്നല്ലോ, ഡോക്ടർ ആയിരുന്നല്ലോ. ഇപ്പം എന്താ ഡോക്ടർ അല്ലെന്ന് പറയണേ? അങ്ങനെ ഷീ വാസ് എ ഡോക്ടർ. ഭാവിയിൽ ഷീ വിൽ ബി എ ഡോക്ടർ. അവൾ ഡോക്ടർ ആവും. നല്ല കൈപ്പുണ്യം ഉണ്ട് അവൾക്ക്, അല്ലെ? കൈപ്പുണ്യം എന്ന് പറയുമോ ഡോക്ടറിന്? അതോ പാചകക്കാർക്ക് മാത്രമേ പറയുള്ളൂ? അറിയില്ല, അത് അറിയാൻ പറ്റും, കമന്റിൽ വരും. ഡോക്ടർക്കാരെങ്കിലും കൈപ്പുണ്യം എന്ന് പറയുമോ? പറയൂലേ? പറയും എന്നാണ് എനിക്ക് തോന്നണേ, അറിയില്ല. അത് നിങ്ങൾ കമന്റ് ഒന്നും ചെയ്യണ്ട. ഞാൻ നിങ്ങൾക്ക് കമന്റ് ചെയ്യേണ്ട കാര്യം പറയുന്നുണ്ട്. ഷീ വിൽ ബി എ ഡോക്ടർ. അത് മനസ്സിലായോ? അത് ഞാൻ പറഞ്ഞത് എങ്ങനെയാണെന്ന്. ബിയുടെ പല പല ഫോംസ് ആണ്. ഐ ആം, ഐ വാസ്, ഐ വിൽ ബി. യു ആണെങ്കിൽ യു ആർ, യു വേർ, യു വിൽ ബി. ഷീ ഇസ്, ഷീ വാസ്, ഷീ വിൽ ബി. ഈ ഫ്യൂച്ചർ ടെൻസ്, ഭാവി ഭയങ്കര എളുപ്പമാണ്. ഷീ വിൽ ബി, ഐ വിൽ ബി, യു വിൽ ബി, അങ്ങനെയാണ് അല്ലേ? പ്രസന്റ് ടെൻസിൽ ഞാനാണ്, ഐ ആം. നിങ്ങളാണ്, യു ആർ. അവളാണ്, ഷീ ഇസ്. പാസ്റ്റ് ടെൻസിലോ ഐ വാസ്, യു വേർ, ഷീ വാസ്. ഇതാണ് നമുക്ക് ബിയുടെ പഠിക്കേണ്ടത്. ബിയുടെ മാത്രം ഇത്ര കൺഫ്യൂഷൻ വരാൻ ചാൻസ് ഉള്ളൂ കേട്ടോ. ബാക്കി എല്ലാം എളുപ്പമാണ്. ഓക്കെ, അടുത്ത രണ്ടാമത്തെ വേർബ് ഏതാ? ഹാവ്. എനിക്ക് ഒരു നായ്ക്കുട്ടി ഉണ്ട്. നായ്ക്കുട്ടി, ഒരു നായുണ്ട്. എങ്ങനെ പറയും? നായക്ക് ഡോഗ്. അപ്പം എനിക്കുണ്ട്, ഐ ഹാവ് എ ഡോഗ്. എനിക്കൊരു നായുണ്ട്. ഐ ഹാവ് എ ഡോഗ്. എനിക്കൊരു നായ ഉണ്ടായിരുന്നു. ഹാവിൻ്റെ ആ വേർബ് പാസ്റ്റ് ടെൻസിൽ മാറും. ഐ ഹാഡ് എ ഡോഗ്. എനിക്കൊരു നായ ഉണ്ടായിരുന്നു. ഐ ഹാഡ് എ ഡോഗ്. എനിക്കൊരു നായ ഉണ്ടാവും. ഐ വിൽ ഹാവ് എ ഡോഗ്. എനിക്കുണ്ടാവും. ഐ വിൽ ഹാവ് എ ഡോഗ്. ഇനി ഐ വിൽ ബി എ ഡോഗ് എന്ന് പറയരുത്. ഐ വിൽ ബി എ ഡോഗ് എന്ന് പറയുന്നത് ഞാനൊരു നായ ആവും. ആവുകയല്ലേ ബി. പക്ഷെ ഇത് എനിക്കൊരു നായ ഉണ്ടാവും. ആരെങ്കിലും കൊണ്ടുതരപ്പെങ്കിൽ നായ ഉണ്ടാവും. നായ ഇല്ലാത്ത ആളാണ് ഞാനെന്ന് പറഞ്ഞിട്ട് എല്ലാവരും കളിയാക്കുന്നു. ആരെങ്കിലും എനിക്കൊരു നായ കൊണ്ടുവന്നാൽ ഞാൻ നായ ഉള്ള ആളാവില്ലേ? ഐ വിൽ ഹാവ് എ ഡോഗ്. ഓക്കെ, അടുത്തത് ഹാവ്. നമ്മളിനി ഷീയുടെ വെച്ച് പറയണ്ടേ? ഷീ ഹാസ് എ ഡോഗ്. അവൾക്കൊരു നായ ഉണ്ട്. ഷീ ഹാസ് എ ഡോഗ്. അവൾക്ക് നായ ഉണ്ടായിരുന്നു. ഷീ ഹാഡ് എ ഡോഗ്. അപ്പോൾ പാസ്റ്റ് ടെൻസ് മറ്റേ മുമ്പ് നടന്ന എപ്പോഴും ഹാഡ് ആണ്. ഷീ ഹാഡ് എ ഡോഗ്.
ഭാവിയിൽ അവൾക്കൊരു നായ ഉണ്ടാവും. ഷി വിൽ ഹാവ് എ ഡോഗ്. ഷി വിൽ ഹാവ് എ ഡോഗ്. വില്ല് കഴിഞ്ഞിട്ട് എപ്പോഴും നമ്മൾ ആ ബേസ് ഫോമില്ലേ, നമ്മൾ ആദ്യം പറഞ്ഞ ഫോം തന്നെ വരിക. ബി, ഹാവ്, അങ്ങനെ തന്നെ വരിക, മാറില്ല. മനസ്സിലായോ? അപ്പൊ ഈ 2 കാര്യങ്ങളും പഠിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ 2 സെന്റൻസ് തരാം. ഞാനൊരു ഇന്ത്യക്കാരനാണ്. എങ്ങനെ പറയും? ഐ ആം ആൻ ഇന്ത്യൻ. ഞാനൊരു ഇന്ത്യക്കാരനായിരുന്നു. ഐ വാസ് ആൻ ഇന്ത്യൻ. ഞാനൊരു ഇന്ത്യക്കാരനാവും. ഐ വിൽ ബി ആൻ ഇന്ത്യൻ. ഞാനിപ്പോൾ ബംഗ്ലാദേശിയാണ്. ഭാവിയിൽ ഞാൻ സിറ്റിസൺഷിപ്പ് ഒക്കെ കിട്ടി ഇന്ത്യക്കാരനെ ആവും. ഐ വിൽ ബി ആൻ ഇന്ത്യൻ. യു ആണെങ്കിലോ? യു ആർ ആൻ ഇന്ത്യൻ. ഇപ്പൊ ഇന്ത്യക്കാരനാണ് കേട്ടോ നിങ്ങൾ. ആയിരുന്നു ആണെങ്കിലോ? യു വേർ ആൻ ഇന്ത്യൻ. ഇപ്പൊ കാനഡയിലൊക്കെ പോയി അവിടുത്തെ സിറ്റിസൺഷിപ്പ് ഒക്കെ എടുത്തു. യു വേർ ആൻ ഇന്ത്യൻ. ആയിരുന്നു. യു വിൽ ബി ആൻ ഇന്ത്യൻ. നീ ഇന്ത്യക്കാരനാവും. ഞാൻ പറയാണ്, നീ ആവും. ഇപ്പൊ നീ എന്താ ശ്രീലങ്കനാണെന്നോ പറയണേ? നിന്റെ സിറ്റിസൺഷിപ്പ് ഒക്കെ മാറി നീ ഇന്ത്യക്കാരനാവും. ഞാനിങ്ങനെ ആവും എന്ന് പറയാം. യു വിൽ ബി ആൻ ഇന്ത്യൻ. അവളാണെങ്കിലോ? ഷീ ഇസ് ആൻ ഇന്ത്യൻ. അവൾ ഇന്ത്യക്കാരിയാണ്. ഇന്ത്യക്കാരി ആയിരുന്നു. ഷീ വാസ് ആൻ ഇന്ത്യൻ. ആവും. ഷീ വിൽ ബി ആൻ ഇന്ത്യൻ. ഇനി ഹാവ് വെച്ചിട്ടുള്ള സെൻറ്റൻസ്. എനിക്കൊരു പനിയുണ്ട്. എങ്ങനെ പറയും? പനിയുണ്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അപ്പോൾ ഹാവ് ഉപയോഗിക്കാം. ഐ ഹാവ് എ ഫീവർ. ഒരു പനി എന്ന് പറയാം കേട്ടോ ഇംഗ്ലീഷിൽ. ഐ ഹാവ് എ ഫീവർ. ഫീവർ എന്ന് വെച്ചാൽ പനി. ഐ ഹാവ് എ ഫീവർ. ഉണ്ടായിരുന്നു. ഐ ഹാഡ് എ ഫീവർ. ഐ ഹാഡ് എ ഫീവർ. ഉണ്ടാവും. ഐ വിൽ ഹാവ് എ ഫീവർ. നിനക്ക് പനി ഉണ്ട്. യു ഹാവ് എ ഫീവർ. നിനക്ക് പനി ഉണ്ടായിരുന്നു. യു ഹാഡ് എ ഫീവർ. നിനക്ക് പനി ഉണ്ടാവും. യു വിൽ ഹാവ് എ ഫീവർ. അവൾക്ക് പനിയുണ്ട്. ഷീ ഹാസ് എ ഫീവർ. അല്ലെ, ഷീ വരുമ്പോൾ ഹാസ്. ഷീ ഹാസ് എ ഫീവർ. അവൾക്ക് പനി ഉണ്ടായിരുന്നു. ഷീ ഹാഡ് എ ഫീവർ. അവൾക്ക് പനി ഉണ്ടാവും. ഷീ വിൽ ഹാവ് എ ഫീവർ. ഓക്കെ. അപ്പൊ ഇത് ക്ലിയർ ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അടുത്ത ഒരു വേർബ് കൂടെ ഞാൻ പറഞ്ഞുതരാം എങ്ങനെ ഉണ്ടാക്കാന്ന്. അപ്പോൾ നിങ്ങൾക്ക് ബാക്കി വേർബ്സ് വെച്ചിട്ട് സെന്റൻസിൽ ഉണ്ടാക്കാൻ പറ്റും. ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ അത് വെച്ച് നിങ്ങൾ ഉണ്ടാക്കണം. അതാണ് നിങ്ങളുടെ ജോലി. ഡു അല്ലേ നമ്മൾ പറഞ്ഞ വേർബ്. അപ്പോൾ ഡു വെച്ച് നമുക്ക് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. ഞാൻ എല്ലാ ദിവസവും യോഗ ചെയ്യാറുണ്ട്. ഐ ഡു യോഗ ഡെയിലി. ഡെയിലി എന്ന് വെച്ചാൽ എല്ലാ ദിവസവും. ഐ ഡു യോഗ ഡെയിലി. ഞാൻ യോഗ എല്ലാ ദിവസവും ചെയ്തിരുന്നു. ഇപ്പോഴല്ല, പണ്ടത്തെ. ഐ ഡിഡ്. ഡൂയുടെ പാസ്റ്റ് ടെൻസ് ഡിഡ്. ഐ ഡിഡ് യോഗ ഡെയിലി. ഭാവിയിൽ ചെയ്യും. ഐ വിൽ ഡു യോഗ ഡെയിലി. മനസ്സിലായോ? യു ആണെങ്കിലോ? യു ഡു യോഗ ഡെയിലി. നീ എല്ലാ ദിവസവും യോഗ ചെയ്യാറുണ്ട്. യു ഡു യോഗ ഡെയിലി. അതുകൊണ്ടാണ് നീ ഇത്ര ഫിറ്റ് ആയിട്ടിരിക്കണേ. യു ഡു യോഗ ഡെയിലി. നീ യോഗ ചെയ്തിരുന്നു. യു ഡിഡ് യോഗ ഡെയിലി. ഡൂയുടെ പാസ്റ്റ് ടെൻസ് ഡിഡ്. അപ്പൊ നമുക്ക് ആ വേർബിന്റെ പാസ്റ്റ് ടെൻസ് അറിഞ്ഞിരിക്കണം. എന്നാലേ നമുക്ക് സെന്റൻസ് ഉണ്ടാക്കാൻ പറ്റുള്ളൂ. ഡിഡ് യോഗ ഡെയിലി. യു ഡിഡ് യോഗ ഡെയിലി. ഭാവിയിൽ യു വിൽ ഡു യോഗ ഡെയിലി. നീ ചെയ്യും, ചെയ്തിരിക്കും നീ. യു വിൽ ഡു യോഗ ഡെയിലി. അവളോ? ഷീ. അവിടെയാണ് ഡൂടെ ഒരു ശ്രദ്ധിക്കേണ്ടത്. നമ്മൾ ഷീയുടെ കൂടെ എപ്പോഴും ആ വേർബ് ഇത്തിരി മാറും. എസ് വേണം ആ ഒരു വേർഡിന്റെ കൂടെ. അപ്പോൾ നമ്മൾ ആദ്യം എടുത്ത് കണ്ടോ, ഷീ ഹാസ്. ഹാവിന്റെ ഹാസ് എസ് വന്നുണ്ടോ? അതിനു മുമ്പ് വന്നത് ബിയുടെ എങ്ങനെയായിരുന്നു? ഷീ ഇസ്. പ്രസന്റ് ടെൻസിൽ അല്ലെ, ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ, ഇപ്പൊ നിലവിലുള്ള കാര്യങ്ങൾ പറയുമ്പം ആ വേർബിനോട് എസ് വരും. അപ്പൊ നിങ്ങൾ അത് ശ്രദ്ധിക്കണം. ആ വേർബ് അങ്ങനെ മാറ്റണം. എസ് ഉള്ളൊരു വേർഡായിട്ട് മാറ്റണം. എങ്ങനെ പറയാ? ഡൂടെ എസ് ഉള്ളത് ഡസ്. ഷീ ഡസ് യോഗ ഡെയിലി. അവൾ യോഗ ചെയ്തിരുന്നു. ഷീ ഡിഡ് യോഗ ഡെയിലി. അവൾ യോഗ ചെയ്യും. ഷീ വിൽ ഡു യോഗ ഡെയിലി. അവൾ യോഗ എല്ലാ ദിവസവും ചെയ്യും. മനസ്സിലായോ? ഇപ്പൊ ഇതൊക്കെ മനസ്സിലായോ? ഞാൻ ഒരു വേർബ് കൂടെ പറഞ്ഞുതരാം. അത് കഴിഞ്ഞാൽ നിങ്ങൾ ഇത് ഉണ്ടാക്കണം. ഞാൻ അതിൻ്റെ സാമ്പിൾ സെൻറ്റൻസസ് ഒക്കെ താഴെ കൊടുക്കാം കേട്ടോ. അപ്പം നിങ്ങൾക്ക് അത് നോക്കിയിട്ട് നിങ്ങൾ എഴുതിയത് കറക്റ്റ് ആണോ എന്ന് നോക്കണം. ഓക്കെ. പറയുക എന്ന് വെച്ചാൽ സേ. അതിൻ്റെ പാസ്റ്റ് ടെൻസ് സെഡ്. ഷീയുടെ കൂടെ വരുമ്പോൾ എസ് വേണമെന്ന് പറഞ്ഞില്ലേ? സെസ്. SAYS. സെസ്. അങ്ങനെ പറയാം. അപ്പോൾ ഞാൻ ഹായ് എന്ന് പറയാം. അപ്പോൾ എങ്ങനെ പറയാം? ഐ സേ ഹായ്. ഐ സേ ഹായ്. ഞാൻ ഹായ് എന്ന് പറഞ്ഞു. ഐ സെഡ്. പാസ്റ്റ് ടെൻസ് സെഡ്. ഐ സെഡ് ഹായ്. ഞാൻ ഹായ് എന്ന് പറയും. ഐ വിൽ സേ ഹായ്. ഓക്കെ. നിങ്ങൾ
നിങ്ങൾ ഹായ് എന്ന് പറയാം. ഹായ് എന്ന് പറയാം നിങ്ങൾ എൻ്റെ അടുത്ത്. അപ്പോൾ യു സേ ഹായ്. യു സേ ഹായ്. നിങ്ങൾ ഹായ് എന്ന് പറഞ്ഞു. യു സെഡ് ഹായ്. നിങ്ങൾ ഹായ് എന്ന് പറയും. യു വിൽ സേ ഹായ്. അവള് ഹായ് എന്ന് പറയാ. ഷീ സെസ് ഹായ്. അവള് ഹായ് എന്ന് പറഞ്ഞു. ഷീ സെഡ് ഹായ്. അവള് ഹായ് എന്ന് പറയും. ഷീ വിൽ സേ ഹായ്. മനസ്സിലായോ? അപ്പം ഇതുപോലെ ഞാൻ ഓരോ ഇവിടെ ഈ 20 എണ്ണത്തെ കൊടുത്തിട്ടുള്ളതിന് ഓരോന്നിനും ഞാൻ അതിൻ്റെ പാസ്റ്റ് ടെൻസ് എഴുതിത്തരാം, അതിൻ്റെ ഷീയുടെ കൂടെ വരുന്ന ഫോം എഴുതിത്തരാം, പിന്നെ ഒരു സെൻറ്റൻസ് മലയാളത്തിൽ എഴുതിത്തരാം. അത് നിങ്ങൾ അതിൻ്റെ എല്ലാ ടെൻസിലും പ്രസൻറ്റ്, സിമ്പിൾ പ്രസൻറ്റ് അങ്ങനെ പറയാം കേട്ടോ. അപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന ടെൻസ് സിമ്പിൾ പ്രസൻ്റ് ആണ്. ഈ വർത്തമാനം തന്നെ പല രീതിയിൽ വരാം. പ്രസൻറ്റ് കണ്ടിന്യൂസ് എന്നൊക്കെ പറഞ്ഞ ടെൻസ് ഉണ്ട്. പക്ഷെ നമ്മൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന സിമ്പിൾ പ്രസൻറ്റ്, സിമ്പിൾ പാസ്റ്റ്, സിമ്പിൾ ഫ്യൂച്ചർ ആദ്യം പഠിക്കാം. ഞാൻ പറഞ്ഞില്ല, ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഒട്ടും അറിയില്ല എന്നുള്ള നിലയിൽ നിന്ന് കുറച്ച് അറിയാമെന്നുള്ള നിലയിലാക്കി മാറ്റണം. അതിന് വേണ്ടിയിട്ട് ബേസിക് ആയിട്ട് അറിയേണ്ട ഏറ്റവും അനിവാര്യമായ കാര്യങ്ങൾ പറയാം. അപ്പോൾ അത് പഠിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു കോൺഫിഡൻസ് വരും. അപ്പോൾ നിങ്ങൾ ഇനി ചെയ്യേണ്ടത് എന്താ? ഇപ്പം ഞാൻ പറഞ്ഞിരിക്കണ ഈ താഴെ കൊടുത്തിരിക്കുന്ന വേർബ്സ് ഉണ്ട്, നമ്മൾ 20 വേർബ്സ്. അത് വെച്ചിട്ട് ഞാൻ പറയുന്ന സെൻറ്റൻസുകൾ ഉണ്ടാക്കുക. അതിൻ്റെ ഉത്തരം ഞാൻ കൊടുക്കാം. അപ്പം നിങ്ങളത് നോക്കിയിട്ട് അത് എഴുതണം. ഓക്കെ? പറ്റില്ലേ? പറ്റും. സംശയം ഉണ്ടെങ്കിൽ ചോദിച്ചാൽ മതി കേട്ടോ. ഇനി നിങ്ങൾ ചെയ്യേണ്ടത്, ഇപ്പം നമ്മൾ ബേസിക് ആയിട്ടുള്ള സെൻറ്റൻസുകൾ ഉണ്ടാക്കാൻ പഠിക്കുക. ഇപ്പം തന്നെ നിങ്ങൾ നമ്മൾക്ക് ഒരു ലാംഗ്വേജ് നമ്മൾ കേൾക്കണം കുറേ, എന്നാലേ നമുക്ക് കുറേ മനസ്സിലാവുള്ളൂ. അപ്പോൾ കേൾക്കുമ്പോൾ നിങ്ങൾ ഇപ്പം തന്നെ പോയിട്ട് സിനിമയോ അല്ലെങ്കിൽ ഇംഗ്ലീഷ് ന്യൂസൊക്കെ വെച്ചാൽ നിങ്ങൾക്ക് ഒട്ടും അറിയാത്ത ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് ആ ലാംഗ്വേജ് ചിലപ്പോൾ വെറുത്തു പോകും. ഒന്നും മനസ്സിലാവുന്നില്ല എന്ന് പറഞ്ഞിട്ടൊരു സങ്കടം വരും. ഇപ്പം തന്നെ അങ്ങനെ ചെയ്യരുത്. ഒരിത്തിരി നിങ്ങൾ പഠിച്ചു കഴിഞ്ഞിട്ട് നിങ്ങൾ സിനിമകളൊക്കെ കാണാൻ പോകാൻ പാടുള്ളൂ. ഇംഗ്ലീഷ് മൂവീസ് അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങൾ. കാർട്ടൂൺ വേണമെങ്കിൽ കാണാം കേട്ടോ, അത് നല്ല കാര്യമാണ്. കുട്ടികളുടെ കാർട്ടൂൺ കിട്ടും. അപ്പം അതിൽ പതുക്കെയാണ് പറയാം. അപ്പോൾ നിങ്ങൾക്കത് എളുപ്പമാവും. മറ്റേ വലിയ വലിയ സിനിമകൾ കാണാൻ പോകരുത് എന്നാണ് ഞാൻ പറയാം. ഒരു ലെവൽ കഴിഞ്ഞിട്ട്, ഞാനിത് കഴിഞ്ഞിട്ട് പറഞ്ഞുതരാം എന്താ ചെയ്യേണ്ടതെന്ന്. അത് മൊത്തം ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങൾ സിനിമകളോ അതൊക്കെ കണ്ടു തുടങ്ങിക്കോളും. ഓക്കെ? അപ്പോൾ പിന്നെ നമ്മൾ ചെറിയ ചെറിയ വാക്കുകൾ, സെൻറ്റൻസൊക്കെ 1-2 ഒക്കെ നമ്മൾ ജീവിതത്തിൽ ഉപയോഗിക്കണം. ഇപ്പം എൻ്റെ നിങ്ങൾ ഒരു 100 സെൻറ്റൻസസിൻ്റെ ഒരു വീഡിയോ ഉണ്ട്. അപ്പോൾ ആ വീഡിയോ ഒരു സെൻറ്റൻസ് ഒരു ദിവസം എടുത്തിട്ട് അത് എവിടെയെങ്കിലും ഒന്ന് ഒരാളെടുത്ത് സംസാരിക്കുക, പറയുക. ഒരു സെൻറ്റൻസ്, അതിൻ്റെ അർത്ഥമൊക്കെ ഞാൻ അതിൽ പറഞ്ഞിരുന്നുണ്ട് 100 സെൻറ്റൻസിൻ്റെ വീഡിയോയിൽ. അപ്പോൾ നിങ്ങൾ ആ സെൻറ്റൻസ് പഠിച്ച്, അപ്പോൾ 100 സെൻറ്റൻസ് നിങ്ങൾ പഠിച്ചെടുക്കില്ലേ, അതോടുകൂടി നിങ്ങൾക്ക് കുറേ വാക്കുകൾ കിട്ടും. അപ്പോൾ ആദ്യം നമ്മൾ ഈ 20 വേർബ്സിൻ്റെ 3 ടെൻസിലുള്ള വാക്കുകൾ വെച്ചിട്ട് സെൻറ്റൻസുകൾ ഉണ്ടാക്കിയിട്ട് അത് പരിശീലിക്കുക. അതെങ്ങനെയാണ് പരിശീലിക്കുക? ആ സെൻറ്റൻസുകൾ ഞാൻ തരാം, അപ്പോൾ നിങ്ങളത് ഉണ്ടാക്കാൻ ശ്രമിക്കുക. അപ്പോൾ നമ്മൾ ഈ പഠിച്ച സാധനമില്ലേ, ഈ ഡിഡും ഡൂം ഒക്കെ വെച്ചിട്ട് നമ്മൾ ഇപ്പോൾ ഹാവ്, ഹാസ് ഒക്കെ വെച്ചിട്ട് നമ്മൾ പഠിച്ചില്ലേ, അതുപോലെ തന്നെ നിങ്ങൾ ബാക്കിയുള്ള സെൻറ്റൻസുകൾ ഉണ്ടാക്കാൻ ശ്രമിക്കുക. എന്നിട്ട് നോക്കി നോക്കുക, ഞാൻ തന്നിരിക്കുന്ന ഉത്തരങ്ങൾ വെച്ചിട്ട് അത് അങ്ങനെ തന്നെയാണോ എന്ന്. അപ്പോൾ നിങ്ങൾക്ക് ബേസിക് സെൻറ്റൻസുകൾ, ബേസിക് 3 ടെൻസിൽ കിട്ടും. അതിനുശേഷം നിങ്ങൾ 100 സെൻറ്റൻസുള്ള പഠിക്കുന്ന ഒരു വീഡിയോ ഉണ്ട്, അപ്പോൾ അത് തരാം, അത് വെച്ച് പഠിക്കാം. ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് വെച്ചാൽ നമ്മൾ ഈ എന്താ പറയുക പത്രങ്ങളും ഒക്കെ വായിക്കുന്നതാണ്. പക്ഷേ ഈ ലോകത്തിലുള്ള മുഴുവൻ ഇംഗ്ലീഷും പെട്ടെന്ന് നമുക്ക് മനസ്സിലാവാത്ത കോണ്ടെക്സ്റ്റ് ഒക്കെ വരുമ്പോൾ നമുക്ക് ആ സാഹചര്യം നമുക്ക് മനസ്സിലാവുന്നില്ലെങ്കിൽ ഇംഗ്ലീഷ് നമുക്ക് ഇതെന്തോ ഒരു ബുദ്ധിമുട്ടാണെന്ന് തോന്നും. പക്ഷെ നമ്മൾ സാധാരണ ജീവിതത്തിൽ ഉപയോഗിക്കുന്ന ഇംഗ്ലീഷ് ഉപയോഗിച്ച് തുടങ്ങുമ്പോൾ നിങ്ങൾക്കത് കുറച്ചുകൂടെ അതെനിക്ക് പറ്റൂലോ എന്നൊരു ഫീലിംഗ് വരും. അപ്പോൾ അതിന് എന്ത് വേണമെന്ന് വെച്ചാൽ സാധാരണ ഉപയോഗിക്കുന്ന സെൻറ്റൻസുകളാണ് നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ അതിന് ഞാൻ ഓൾറെഡി കുറേ വീഡിയോ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആ വീഡിയോസ് കാണാം. അതിൻ്റെ പ്ലേലിസ്റ്റും കാര്യങ്ങളും ഞാൻ താഴെ ലിങ്ക് ചെയ്ത് കൊടുക്കാം. ഇവിടെ ഞാൻ കാണിക്കാം, ഇതൊക്കെയാണ് നിങ്ങൾ കാണേണ്ട വീഡിയോസ്. അതിൻ്റെ ലിങ്ക് താഴെ ഉണ്ടാവും. അപ്പോൾ അത് ഈ 20 സെൻറ്റൻസ് പഠിച്ചു കഴിഞ്ഞിട്ട് നിങ്ങൾ ആ വീഡിയോസ് കാണാം. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ബേസിക്സ് ക്ലിയർ ആവും കേട്ടോ. സംശയം ഉണ്ടെങ്കിൽ കമൻറ്റിൽ ചോദിക്കാം. നിങ്ങൾക്ക് ജോലിക്കൊക്കെ എടുക്കുന്ന ആൾക്കാരാണ്, അപ്പോൾ കോഴ്സൊക്കെ എടുത്ത് വാങ്ങിക്കാൻ പറ്റുന്ന പോലെ ആണെങ്കിൽ എൻ്റെ കോഴ്സ് എടുക്കാം. എൻ്റെ കോഴ്സിലെല്ലാം ബേസിക് ലെവൽ മുതൽ പഠിപ്പിച്ചു തരുന്നുണ്ട്. അപ്പോൾ അങ്ങനെ സാഹചര്യമുള്ള ആൾക്കാരാണെങ്കിൽ എൻ്റെ കോഴ്സ് എടുക്കാം. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് എന്താ പറയുക, കാശില്ല പക്ഷേ ജീവിതം ഒന്ന് മെച്ചപ്പെടണമെങ്കിൽ ഇംഗ്ലീഷ് ഒന്ന് റെഡി ആയാലേ പറ്റൂ, അങ്ങനെ ആൾക്കാരുണ്ട്. നിങ്ങൾ വിഷമിക്കേണ്ട, കാശില്ല ഇംഗ്ലീഷ് പഠിക്കാൻ, ജീവിതം തന്നെ ആകെ ഞെങ്ങിഞ്ഞെരുങ്ങിയിട്ടാണ് പോണേ. പക്ഷെ നമുക്ക് എന്താ പറയുക, ഇതില്ലെങ്കിൽ വിഷമിക്കേണ്ട. ഈ വീഡിയോ ഇതിൽ പറയുന്ന കാര്യങ്ങളും ചെയ്യാം. ഒരു 10 മിനിറ്റ് എല്ലാ ദിവസവും പ്രാക്ടീസ് ചെയ്യുക. കൂടുതലൊന്നും വേണ്ട, 10 മിനിറ്റ് എല്ലാ ദിവസവും. അതാണ് അവിടുത്തെ ഇമ്പോർട്ടൻറ്റ് കാര്യം. എല്ലാ ദിവസവും നിങ്ങളൊരു 10 മിനിറ്റ് പ്രാക്ടീസ് ചെയ്യുക. അപ്പം നിങ്ങൾക്ക് ശരിയാവും. ട്രസ്റ്റ് ചെയ്യുക തന്നെ. ഇത്രയും ചെയ്യുക. എന്തെങ്കിലും സംശയമാണ് ഞാൻ പറഞ്ഞതിൽ മനസ്സിലായില്ലെങ്കിൽ എന്നോട് ചോദിക്കുക. അടിയിൽ എഴുതി വെച്ചാൽ മതി കമൻറ്റിൽ.
ഓൾ ദി ബെസ്റ്റ്. നിങ്ങളെ കൊണ്ട് പറ്റും. ഞാൻ കൂടെ ഉണ്ട് കേട്ടോ, ഞാൻ സഹായിക്കാം. ഒരു ലെവൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് അവിടുന്ന് സ്വയം പറക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ അവിടെ വരെ ഞാൻ കൈപിടിച്ച് കൊണ്ടുപോവുകയാണ്. ഇങ്ങനെ ഈ വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങൾ ചെയ്യാം. ഓക്കെ, അപ്പോൾ കൂടുതൽ വീഡിയോസ് ഞാൻ ഇടും, അതൊക്കെ കാണുക, മനസ്സിലാവാത്ത ചോദിക്കുക. ഇതിൽ പറഞ്ഞിരിക്കുന്നത് ആദ്യം അതേപടിക്ക് ചെയ്ത് തീർക്കുക. അപ്പോൾ ശരി, അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ.